വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബെർലിൻ ടു പാരി. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയേക്കുന്ന ഒരു ഉദ്യമവുമായിട്ടാണ്. ഇറ്റാലിയൻ ഒന്ന് നിങ്ങളെ പഠിപ്പിച്ച് കളയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്രമാത്രം സക്സസ്ഫുൾ ആണെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും എനിക്കറിയാവുന്ന രീതിയിലുള്ള കുറച്ച് വേർഡ്സ്, കുറച്ച് വെർബ്സ്, കുറച്ച് വൊക്കാബുലറീസ്, കോമൺ ആയിട്ടുള്ള വിഷസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗ്രാമാറ്റിക്കലായിട്ട് ഇതിന് വലിയ ബന്ധമൊന്നുമില്ല കേട്ടോ. ഗ്രാമാറ്റിക്കലായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് ഗ്രാമർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്രാമാറ്റിക്കലായിട്ട് നിങ്ങൾ കാര്യമായിട്ട് എൻ്റെ നിന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷേ ഒരു ബിഗിനർ എന്ന നിലയിൽ, ഞാനൊരു ബിഗിനറാണ്. ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ജോലി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാനും അത്യാവശ്യം ചില സെൻറ്റൻസുകൾ ചോദിക്കാനും കേൾക്കുന്നത് മനസ്സിലാക്കാനും കുറേ വെർബ്സും കുറേ വിഷസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്രമാത്രം സക്സസ്ഫുൾ ആണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. പക്ഷേ ഞാൻ മാക്സിമം ഒരു എഫർട്ട് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ സംരംഭം ഒന്ന് വിജയിപ്പിച്ച് തരണം. അപ്പം നിങ്ങളിതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ബിഗിനർ എന്ന നിലയിൽ നമ്മൾ ഇറ്റാലിയൻ പഠിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വാക്കാണ് ചാവോ. ചിയാവോ എന്നാണ് എഴുതിയേക്കുന്നതെങ്കിലും ചാവോ എന്നാണ് വായിക്കുന്നത്. ഈ ചാവോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ഹലോ, ഹായ്. നമ്മൾ ഇൻഫോർമലായിട്ട് ഒരാളെ വിഷ് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഇൻഫോർമലായിട്ട് വിഷ് ചെയ്യുന്നതിന് ഹലോ, ഹായ്, അതിന് പകരമായിട്ട് നമുക്ക് ചാവോ ഉപയോഗിക്കാവുന്നതാണ്. ഈ ചാവോയ്ക്ക് പിന്നെ വേറൊരു അർത്ഥവും കൂടിയുണ്ട്. ബൈ, ഗുഡ് ബൈ. നമ്മൾ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിൽ, നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് പിരിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ ഗുഡ് ബൈ അല്ലെങ്കിൽ ബൈ എന്നൊക്കെ പറയുന്നതിനും ചാവോ ഉപയോഗിക്കും. ഇപ്പം ചാവോ ശരിക്കും പറഞ്ഞാൽ പല അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ് ചാവോ. ബൈ എന്നും അതുപോലെ തന്നെ ഹലോ, ഹായ്, ഇതെല്ലാം ഉപയോഗിക്കാം ചാവോയ്ക്ക്. പിന്നെ ഉള്ള ഒരു വാക്കാണ് മത്തീന. മത്തീന എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മോർണിംഗ് എന്നാണ്. മോർണിംഗ്, മാറ്റിനി ഷോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. മോർണിംഗിൽ സിനിമാ തിയേറ്ററിൽ പണ്ട് നടത്തിക്കൊണ്ടിരുന്ന ഷോയാണ്, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, മാറ്റിനി. അതിൻ്റെ ഒരു വകഭേദമാണ് മത്തീന. മത്തീന എന്ന് പറഞ്ഞാൽ മോർണിംഗ് എന്നാണ് ശരിക്കും, മോർണിംഗ്. പക്ഷേ ഗുഡ് മോർണിംഗ് എന്ന് പറയാനായിട്ട് ബുവൻ മത്തീന എന്നാരും പറയാറില്ല, ബുൻ ജോർണോ എന്നേ പറയത്തുള്ളൂ. ഗുഡ് ഡേ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നാണ് ഇതിൻ്റെ ശരിക്കും അർത്ഥം. ബുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് എന്നും ജോർണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ എന്നുമാണ്. അപ്പോൾ ഗുഡ് ഡേ എന്നാണ് ശരിക്കും ഇതിൻ്റെ അർത്ഥം. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ഉപയോഗിക്കാം. ഗുഡ് മോർണിംഗിന് പകരമായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണിത്. അതുപോലെ തന്നെ ബുവൻ പൊമരീജോ. ബുവൻ പൊമരീജോ എന്ന് പറഞ്ഞാൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നാണ്. ബുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് എന്നും പൊമരീജോ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർനൂൺ എന്നാണ്. അപ്പോൾ ബുവൻ പൊമരീജോ എന്ന് പറഞ്ഞാൽ ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. ഈ ബുവൻ ജോർണോ, ബുവൻ പൊമരീജോ ഇതെല്ലാം മാസ്കുലൈൻ ആയതുകൊണ്ടാണ് ശരിക്കും ബുവൻ എന്ന് പറഞ്ഞാൽ. ബുവന എന്ന് പറഞ്ഞാൽ ഫെമിനൈൻ ആണ്. ഇവിടെ നോക്കിയേ, ബുവന സെര എന്ന് പറയുമ്പോഴത്തേക്കും ഫെമിനൈൻ ആയതുകൊണ്ടാണ് ബുവന. ഫെമിനൈൻ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പറയുന്ന പേരാണ്. ഗുഡ് ഈവനിങ്. അപ്പം ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും ശരിക്കും ആണും, ഗുഡ് ഈവനിങ്ങും ഗുഡ് നൈറ്റും ശരിക്കും എന്താണ്, പെണ്ണുമായിട്ടാണ് വരുന്നത്. ബോന സെര എന്ന് പറഞ്ഞാൽ ഗുഡ് ഈവനിങ്, അല്ലെങ്കിൽ സെരാത്ത എന്നും പറയും. ബോന നോത്തെ എന്ന് പറഞ്ഞാൽ ഗുഡ് നൈറ്റ് എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. ബോന നോത്തെ, അതും ഫെമിനൈനാണ്, സ്ത്രീലിംഗത്തിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബോന എന്ന് പറയുന്നത്. ബോന നോത്തെ, ഗുഡ് നൈറ്റ് എന്നാണ് പറയുന്നത്. ബോന നോത്തെ എന്ന് പറഞ്ഞാൽ നൈറ്റ് എന്നാണ് കേട്ടോ, നോത്തെ. പിന്നെ പെർ ഫവോരെ എന്ന് പറയും. പെർ ഫവോരെ, ഇപ്പം നമ്മൾ എന്തൊരു കാര്യത്തിനും പ്ലീസ് ചേർത്തിട്ടാണ് പറയുന്നത്. പെർ ഫവോരെ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത്. എന്നെ ഒന്ന് രക്ഷിക്കൂ, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇറ്റലിയിൽ പറയുന്ന അയ്യൂത്തോ പെർ ഫവോരെ എന്ന് പറയും, അല്ലെങ്കിൽ പെർ ഫവോരെ അയ്യൂത്തോ എന്ന് പറയും. അയ്യൂത്തോ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് മീ എന്നാണ്. അപ്പോൾ എല്ലാ സെൻറ്റൻസുകൾക്കകത്ത് പെർ ഫവോരെ വരും. മീ ഡിസ്പിയാച്ചെ എന്ന് പറഞ്ഞാൽ ഐ ആം സോറി എന്നാണ്. ഡിസ്പിയാച്ചെ, മീ പിയാച്ചെ എന്ന് പറഞ്ഞാൽ ഐ ലൈക്ക് എന്നാണ്. മീ ഡിസ്പിയാച്ചെ എന്ന് പറഞ്ഞാൽ ഐ ആം സോറി എന്നുള്ള അർത്ഥമാണ് ഇറ്റാലിയൻ ഭാഷയിൽ വരുന്നത്. മീ ഡിസ്പിയാച്ചെ, ഐ ആം സോറി. പിന്നെ അടുത്ത വരും, നമുക്ക് നോക്കി അടുത്ത എന്താണെന്ന് നോക്കി. ഗ്രാസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഗ്രാസി, താങ്ക്സ്, താങ്ക് യു, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് ഗ്രാസിയയ്ക്ക്. ഗ്രാസി എന്ന് പറഞ്ഞാൽ നമുക്കൊരാൾക്കൊരു ഫേവർ, നമ്മൾക്ക് ഒരാളൊരു ഫേവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അയാൾക്ക് പകരമായിട്ട് പറയുന്നതാണ് താങ്ക്സ്, താങ്ക് യു എന്നൊക്കെ പറയുന്നത്. അതിനാണ് ഗ്രാസിയ എന്ന് ഇറ്റലിയിൽ ഉപയോഗിക്കുന്നത്. ഈ ഗ്രാസിയ തന്നെ പലതരത്തിൽ ഉപയോഗിക്കും. ഗ്രാസിയ മില്ലെ എന്ന് പറയും. ഗ്രാസിയ എന്ന് പറഞ്ഞാൽ താങ്ക്സ് എന്നാണ്. മില്ലെ എന്ന് പറഞ്ഞാൽ 1000 എന്നാണ്. നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ 1000 നന്ദി എന്ന് പറയാറില്ലേ, അതിനാണ് ഗ്രാസിയ മില്ലെ. താങ്ക്സ് 1000 ടൈംസ് എന്ന് പറയും. നമ്മൾ മലയാളത്തിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള മീനിങ് ആണ് ഗ്രാസിയ മില്ലെ. താങ്ക്സ് 1000 ടൈംസ്, 1000 നന്ദി.
ഗ്രാസിയ താന്തെ എന്ന് പറയും. താന്തെ എന്ന് പറഞ്ഞാൽ എ ലോട്ട് എന്നാണ്, ഒത്തിരി എന്നുള്ള അർത്ഥത്തിലാണ് ഗ്രാസിയ താന്തെ. ഗ്രാസിയ താന്തെ എന്ന് പറഞ്ഞാൽ താങ്ക്സ് എ ലോട്ട്, ഒത്തിരി നന്ദി, ഒത്തിരി നന്ദിയുള്ള ഇതാണ്. ഇതെല്ലാം ഇൻഫോർമൽ വേയിലാണ്, ഫോർമൽ വേയിലല്ല, ഇൻഫോർമൽ വേ ആണ് ഇതൊക്കെ. പിന്നെ ഗ്രാസിയ മില്ലെ എ തുത്തി. ഗ്രാസിയ എന്ന് പറഞ്ഞാൽ അറിയാം താങ്ക്സ്, മില്ലെ എന്ന് പറഞ്ഞാൽ 1000 ടൈംസ്, തുത്തി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നാണ്. താങ്ക് യു സോ മച്ച് എവരിബഡി, കുറേ ആൾക്കാർക്ക് താങ്ക്സ് പറയാനായിട്ടാണ് ഇൻഫോർമൽ വേയിൽ ഉപയോഗിക്കുന്നതാണ്. ഗ്രാസിയ മില്ലെ എ തുത്തി, ഗ്രാസിയ മില്ലെ എ തുത്തി. പ്രേഗോ, അപ്പോൾ ഈ ഗ്രാസിയ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പ്രേഗോ പറയണം. യു ആർ വെൽക്കം എന്നാണ് പ്രേഗോയുടെ ശരിക്കുള്ള മീനിങ്. പ്രേഗോ എന്ന് പറഞ്ഞാൽ യു ആർ വെൽക്കം. നമ്മളോട് ഒരാൾ ഗ്രാസിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാളോട് പ്രേഗോ പറയണം. പ്രേഗോയ്ക്ക് പകരമായി വേറെ ചില കാര്യങ്ങളും നമുക്ക് പറയാവുന്നതേ ഉള്ളൂ, അത് ഞാൻ പറയാം. നോൺചെ ദിക്കെ എന്ന് പറയും. നോൺചെ ദിക്കെ, നോൺചെ ദിക്കെ എന്ന് പറഞ്ഞാൽ ദർ ഇസ് നത്തിങ് അബൌട്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, താങ്ക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പ്രേഗോ പറയുന്നതിന് പകരം നോൺചെ ദിക്കെ എന്ന് പറയാം. ദർ ഈസ് നത്തിങ് അബൌട്ട് ഇറ്റ്, അതാണ് നോൺചെ ദിക്കെ. പിന്നെ അരുവിതേർച്ച, നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് പോകുമ്പോഴത്തേക്കും അരുവിതേർച്ച എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ചാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള മീനിങ് ഉണ്ട്. ചാവോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ചാവോയ്ക്ക് ഒത്തിരി മീനിങ് ഉണ്ട്. ചാവോ ഹായ്, ഹലോ, ഗുഡ് ബൈ, അതിനെല്ലാം ചാവോ എന്ന് പറയും. ഇവിടെ അരുവിതേർച്ച എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നറിയോ? അരുവിതേർച്ച എന്ന് പറഞ്ഞാൽ ഫോമൽ വേയിൽ നമുക്ക് അറിയത്തില്ലാത്ത നമ്മുടെ ഫ്രണ്ട്സ് അല്ലാത്ത ആൾക്കാരോടൊക്കെ ഫോമൽ വേയിൽ നമ്മൾ വിഷ് ചെയ്യുന്നതാണ് അരുവിതേർച്ച. ഗുഡ് ബൈക്കുള്ള ഫോമൽ വേ ആണ്. ചാവോ എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ വേ ആണ് കേട്ടോ. പിന്നെ ചിലപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോഴത്തേക്കും ഗുഡ് ബൈ അല്ലാതെ നമുക്ക് സി യു സൂൺ എന്ന് പറയത്തില്ല, ഉടനെ തന്നെ നമുക്ക് കാണാമെന്ന് പറയത്തില്ല. അതിനാണ് അപ്രസ്തോ എന്ന് പറഞ്ഞാൽ. അപ്രസ്തോ എന്ന് പറഞ്ഞാൽ സി യു സൂൺ എന്നാണ്. അപ്രസ്തോ, സി യു സൂൺ, നമുക്ക് വീണ്ടും ഉടൻ തന്നെ കാണാമെന്നുള്ളൊരു അർത്ഥത്തിൽ പറയുന്നതാണ് സി യു സൂൺ, അപ്രസ്തോ. പിന്നെ നമ്മൾ യെസ് എന്ന് പറയുന്നതിന് ഇറ്റാലിയൻ ഭാഷയിൽ സി എന്നാണ് പറയുന്നത്. അപ്പം മിക്കവാറും ഈ സി പറയേണ്ടി വരും നിങ്ങൾക്ക്, അതുകൊണ്ട് പ്രത്യേകം ഓർത്തിരിക്കുക. യെസ്സിന് പകരമുള്ള ഇറ്റാലിയൻ വേർഡാണ് സി. പക്ഷേ നോയ്ക്ക് ശരിക്കും നോ തന്നെയാണ്, മറ്റുള്ള വേർഡ്സ് ഒന്നുമില്ല. ഇറ്റാലിയൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും നോയ്ക്ക് നോ തന്നെയാണ്. അപ്പം സിയും നോയും പ്രത്യേകം ഓർത്ത് വെച്ചേക്ക്. അപ്പോൾ ഈ ചാനലിലെ പ്രോഗ്രാംസും ഈ ഭാഷ നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഗുണകരമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് അവർക്ക് കൊടുക്കണം. അപ്പോൾ ഇതൊരു ബിഗിനിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്, ഒരു തുടക്കം മാത്രമാണ്. ഞാൻ കൂടുതൽ സക്സസ്ഫുൾ നല്ല രീതിയിൽ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എനിക്ക് സമയത്തിൻ്റെ പരിമിതികളൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ നോക്കാം മാക്സിമം. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ സപ്പോർട്ട്.